ഇറാൻ്റെ അടികിട്ടി ഇസ്രായേലിൻ്റെ ഊപ്പാട ഇളകിയിരിക്കുകയാണ്. മൊത്തത്തിൽ $100 ബില്യൺ നഷ്ടമാണ് ഇസ്രായേൽ ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത്. ലോകത്ത് ആദ്യമായിട്ട് ചെറിയ രൂപത്തിൽ ചൊറിയാൻ പോയതിൻ്റെ പേരിൽ വലിയ രൂപത്തിലുള്ള നഷ്ടവും ഐസൊലേറ്ററിൽ അഥവാ ICUവിൽ അഡ്മിറ്റാക്കുകയും ചെയ്യപ്പെട്ട ഒരേ ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് ഇസ്രായേലാണ്. കാരണം അമേരിക്കൻ തന്തയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആശീർവാദത്തോടുകൂടെ വലിയ അടിക്കുകയും ശേഷം നോക്കി നിൽക്കുകയും ചെയ്യേണ്ട വലിയ ഒരു പരാധീനത ഈ രാജ്യത്തെ ആളുകൾക്കുണ്ടായിട്ടുണ്ട്. ജീവിതം കണ്ട് മനസ്സിലാക്കിയത് കേട്ട് മനസ്സിലാക്കിയതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പം ഇരക്കൊത്ത ആളുകളായിട്ട് കളിക്കണം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ 2025 ജൂൺ മാസം 10-ാം തീയതിക്ക് ശേഷം സാധിച്ചു എന്നുള്ളതാണ്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം ആഭ്യന്തര വിഷയങ്ങളൊന്നും ഇല്ലാതെ അഥവാ ഒരു ആകസ്മികമായിട്ടുള്ളൊരു അടിച്ചേൽപ്പിക്കൽ ഉണ്ടാവുകയും 200ഓളം യുദ്ധവിമാനങ്ങൾ ഒരിക്കലും പ്രകോപനം ഇല്ലാതെ ഒരു രാജ്യത്തിൻ്റെ മുകളിൽ പോയി ബോംബ് സ്ഫോടനങ്ങളൊക്കെ നടത്തി തിരിച്ച് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ആ രാജ്യത്തിൻ്റെ പൗരന്മാരെ മോചിപ്പിക്കുകയാണ്. അവിടുത്തെ രാജ്യത്തെ ഭരണകൂടം അത്രമേൽ മോശമായ അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് പൗരന്മാരെ, നിങ്ങളോടല്ല ഞങ്ങളുടെ യുദ്ധം, അവിടുത്തെ വ്യവസ്ഥാപിതമല്ലാത്ത ഭരണത്തോടു കൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ ഭരണത്തെ നമുക്ക് താഴെ ഇറക്കി പുതിയൊരു ഭരണ സംവിധാനം നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ ക്ഷമിക്കണം എന്ന് ഇറാനികളോട് നെതന്യാഹു എന്ന കിരാതനായിട്ടുള്ള ഭരണാധിപൻ പറഞ്ഞപ്പോൾ ലോകമൊക്കെ ഉറ്റുനോക്കി ഇതിനെങ്ങനെയാണ് ഇറാനികൾ എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ഈ ഒരു നെതന്യാഹുവിൻ്റെ കമാൻഡിങ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ മനസ്സിലാക്കാൻ നോക്കുമ്പം അവിടെ നിന്നുള്ള ഇറാനികൾ പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്തിന് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കരുത്താർജിട്ടുള്ള സംവിധാനങ്ങളുണ്ട്, ഭരണകർത്താക്കളുണ്ട്. അവരെ പുറത്താക്കാനുള്ള ഒരു വ്യാമോഹവും പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഞങ്ങളോട് പറയേണ്ടതില്ല. തീർത്തും ഇത് നിങ്ങൾ ചെയ്തത് വളരെ തെറ്റാണ്, അതിനുള്ള അർഹിക്കുന്ന ശിക്ഷ ഞങ്ങളുടെ ഗവൺമെൻറ് നിങ്ങൾക്ക് തരുന്നതുമാണെന്നുള്ള വളരെ ചേർന്ന് നിൽപ്പിൻ്റെ സത്യസന്ധമായിട്ടുള്ളൊരു ചിത്രമായിരുന്നു ഇറാൻ്റെ മണ്ണിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. അതോടുകൂടെ അയൺ ഡോമും മറ്റെല്ലാ സംവിധാനങ്ങളൊക്കെ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ വലിയ കെട്ടിട സമുച്ചയങ്ങളൊക്കെ സെക്കൻഡ് നിമിഷം കൊണ്ട് തകർന്ന് തരിമ്പടമായപ്പോൾ കാൽക്കുലേഷൻ ചെയ്ത് കണക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ പറയുകയുണ്ടായി, ഏറെക്കുറെ $100 ബില്യൺ അഥവാ 25 കൊല്ലത്തിന് ശേഷം നമുക്കിങ്ങനെ ഒരു ആസ്തി ഉണ്ടാക്കണമെങ്കിൽ ഒരു 25 കൊല്ലം കൂടി നമ്മൾ എടുക്കേണ്ടി വരും. അഥവാ 2050 കൂടെ ആയിരിക്കും ഇനി ഇങ്ങനെ ഒരു പുതിയ ഇസ്രായേലിനെ കൊണ്ടുവരേണ്ടി വരിക, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാൻ ലോകത്തിന് മുമ്പിൽ കഴിയുള്ളൂ. അതിന് പ്രധാനമായും പറയുന്നത് വിലയിരുത്തപ്പെടുന്ന ഇസ്രായേലി ജൂതന്മാരുടെ തന്നെയായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വിലയിരുത്തലുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒന്ന് റിഫൈനറി പോയിട്ടുണ്ട്, ഹൈഫ തുറമുഖം പോയിട്ടുണ്ട്, കാലങ്ങളായി പരിപോഷിപ്പിച്ച് കൊണ്ടുവന്ന റിസർച്ച് സെൻറ്ററുകൾ പലതും പോയിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ലെവലിലായിട്ട് ഹൈ എൻഡായിട്ട് നടപ്പിലാക്കി വരുന്ന ഓരോ പ്ലാനിങ്ങിനും വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരുന്ന പല ബേസ്മെൻറ്റുകളും നാമാവിശേഷമായിട്ടുണ്ട്. 40,000-ഓളം അപ്പാർട്ട്മെൻറ്റുകൾ പോയതോടുകൂടെ തന്നെ ജനങ്ങളൊക്കെ വഴിയാധാരായിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പം $100 ബില്യൺ അത് വല്ലാത്തൊരു സംഖ്യയാണ്. ആ $1 ബില്യൺ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ അമേരിക്കയോട് ചോദിക്കാൻ യാതൊരു വകുപ്പുമില്ല. കാരണം സ്റ്റെൽറ്റഡ് വിമാനത്തിൻ്റെ അഡ്രസ്സ് ഇല്ലാതിരിക്കുമ്പം ആ മനുഷ്യനോട് ചോദിച്ചിട്ട് ആകെ ഒരു അവസ്ഥയിലുള്ളത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലുള്ള ട്രംപാണെങ്കിൽ ഈ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാൻ തീരെ സഹായിക്കാൻ സാധ്യതയില്ല എന്നുള്ള വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. ഏതായിരുന്നാലും കയറി മാന്തിയപ്പം അങ്ങോട്ട് പോയി ചൊറിഞ്ഞങ്ങ് കൊടുത്തപ്പം തീർത്തും ആ രാജ്യം ഒരു 25 കൊല്ലത്തേക്ക് പിറകോട്ട് വലിക്കാൻ ഇറാന് സാധിച്ചു. അതോടുകൂടെ മിഡിൽ ഈസ്റ്റിലെ ഒരു വമ്പൻ രാജ്യമായിട്ട് ഇറാൻ വരികയും ചെയ്തു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.